ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൻ്റെ മടിത്തട്ടിൽ പ്രകൃതി കണിഞ്ഞനുഗ്രഹിച്ച ഐശ്വര്യത്തിൻ്റെ പച്ചപ്പട്ടണിഞ്ഞ നമ്മുടെ സുന്ദര ഗ്രാമം കിരാലൂർ. പെരുമയേറുന്ന പറമ്പിൽ പള്ളിയും ചരിത്രമുറങ്ങുന്ന പാറമ്മൽ അയ്യപ്പ ക്ഷേത്രം നാടിൻ്റെ പൈതൃകമായി തലയുയർത്തി നിൽക്കുന്നു. തലമുറകൾക്ക് അറിവിൻ്റെ വെളിച്ചം പകരുന്ന കിരാലൂർ സ്കൂളും കുളിർമയേകുന്ന പൂനൂർ പുഴയും കതിരണിഞ്ഞു നിൽക്കുന്ന കിരാലൂർ പുഞ്ചപ്പാടവും നമ്മുടെ ഗ്രാമത്തിൻ്റെ ഐശ്വര്യമാണ്. ഈ നല്ല മണ്ണിൽ നാടിൻ്റെ സ്പന്ദനമറിഞ്ഞ് ജനങ്ങളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ച 5 വർഷങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ ശ്രീ KT സാഹിദിൻ്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കിയ സമാനതകളില്ലാത്ത വികസന വിസ്മയങ്ങളിലേക്ക് ഏവരെയും ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കിരാലൂരിന്റെ മണ്ണിലേക്ക് വികസനത്തിന്റെ പുതിയൊരു പാലം വരികയാണ്. നമ്മുടെ കാത്തിരിപ്പുകൾക്ക് വിരാമമാകുന്നു. മണ്ണ് പരിശോധനയും ഡിസൈനും കഴിഞ്ഞ് ഭരണാനുമതിയും നേടി സർവ്വസജ്ജമായി കഴിഞ്ഞു. കക്കോടി ഗ്രാമപഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്നും 1.5 ലക്ഷം രൂപ വിനിയോഗിച്ച് മണ്ണിൽ തൊടുകയിൽ ഫുട്പാത്ത്, പൂവത്തൂർ താഴത്ത് ജനങ്ങളെ വലച്ച് വെള്ളക്കെട്ട് ഇനി ചരിത്ര താളുകളിൽ മാത്രം. ബഹുമാനപ്പെട്ട MLA ശ്രീ AK ശശീന്ദ്രന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ വിനിയോഗിച്ച് ഈ പ്രദേശത്തെ റോഡ് ഉയർത്തി കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവൃത്തി പൂർത്തിയായിരിക്കുന്നു. വെള്ളക്കെട്ടിന്റെ പൂർണ്ണമായ പരിഹാരത്തിനായി മെയിന്റനൻസ് ഫണ്ടിൽ നിന്നും 5 ലക്ഷം കൂടി അനുവദിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ അതും പൂർത്തീകരിക്കും. രണ്ടായിരത്തി 24-25 മെയിന്റനൻസ് ഫണ്ടിൽ നിന്നും അനുവദിച്ച 3.5 ലക്ഷം രൂപ ഉപയോഗിച്ച് വടക്കയിൽ പുതിയടത്ത് താഴം റോഡ് നവീകരിച്ചു. കുഴികണ്ടത്തിൽ വടക്കയിൽ റോഡിന് CFC ഫണ്ടിൽ നിന്നും 3.5 ലക്ഷവും തൊഴിലുറപ്പ് ഫണ്ടിൽ നിന്നും 2 ലക്ഷവും ഫണ്ട് അനുവദിച്ച് റോഡ് നിർമ്മിച്ചു. കൊല്ലമണ്ണിൽ കുഴികണ്ടത്തിൽ ഭാഗത്തുള്ള വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമായി ഫ്ലഡ് ഫണ്ടിൽ നിന്നും 10 ലക്ഷം ലഭിച്ചതിനെ തുടർന്ന് എസ്റ്റിമേറ്റ് പൂർത്തീകരിച്ചു. ഇരുവശങ്ങളിലും കോൺക്രീറ്റ് ഐറിഷോടുകൂടി മാർച്ച് മാസത്തിനകം റോഡ് ടാർ ചെയ്തു പൂർത്തീകരിക്കും. പാറമ്മൽ അയ്യപ്പക്ഷേത്രത്തിലേക്കുള്ള പ്രധാന വഴിയായ പാറമ്മൽ പുതിയടത്ത് താഴം റോഡ് തൊഴിലുറപ്പ് പദ്ധതി ഫണ്ട് 7 ലക്ഷം ഉപയോഗിച്ച് ജനകീയ പങ്കാളിത്തത്തോടുകൂടി നിർമ്മിച്ചു. ഇളയിടത്ത് തൈക്കണ്ടിയിൽ റോഡ് തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും 3,91,000 രൂപ വിനിയോഗിച്ച് ജനകീയ പങ്കാളിത്തത്തോടെ റോഡ് നിർമ്മിച്ചു. പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും 2 ലക്ഷം രൂപ ഉപയോഗിച്ച് മഠത്തിൽ താഴത്തെ വെള്ളക്കെട്ട് പരിഹരിച്ച് ടാരിങ് ചെയ്തു. ചെളി നിറഞ്ഞ് കാൽനട യാത്ര പോലും പ്രയാസമായിരുന്ന തൈക്കണ്ടിയിൽ ഇളയിടത്ത് റോഡ്
5 ലക്ഷം ഫണ്ട് ഉപയോഗിച്ച് കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കി. ഏത് നിമിഷവും ആകെയുള്ള കിടപ്പാടം പുഴയിലേക്ക് ഇടിഞ്ഞു വീഴുമോ എന്ന ആശങ്കയോടെ ജീവിച്ച കാലം ഇനി അവസാനിച്ചു. ഇറിഗേഷൻ വകുപ്പിന്റെ 18 ലക്ഷം ഉപയോഗിച്ച് പൂനൂർ പുഴ സംരക്ഷണ ഭിത്തി കരുമണ്ണിൽ തൈക്കണ്ടി ഭാഗം നിർമ്മിച്ചു. കിരാലൂർ ഗ്രാമകേന്ദ്രം ടൈൽസ് വിരിച്ച് നവീകരണം നടത്തി. 4 ലക്ഷം ഉപയോഗിച്ച് മൂത്തേടത്ത് അംഗനവാടി, ബേബി ടോയ്ലറ്റ്, കിച്ചൺ ഉൾപ്പെടെ എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തി. കൂടാതെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് ഉപകരണങ്ങൾ എല്ലാ തരത്തിലും നവീകരിച്ചുകൊണ്ട് അത്യാധുനിക ക്രാഡിൽ അംഗനവാടിയാക്കി ഉയർത്തി. 2 ലക്ഷം തനത് ഫണ്ട് ഉപയോഗിച്ച് കരിമ്പയിൽ മുക്ക് കിരാലൂർ സ്കൂൾ റോഡിലെ ടാർ ചെയ്യാത്ത അടുത്ത ഭാഗം ടാർ ചെയ്തു. കരിമ്പയിൽ മുക്ക് കിരാലൂർ സ്കൂൾ റോഡിന്റെ പൂർത്തീകരണത്തിനായി 2025-26 വാർഷിക പദ്ധതിയിലെ ആക്ഷൻ പ്ലാനിൽ ഉൾപ്പെടുത്തി തൊഴിലുറപ്പ് ഫണ്ടിൽ നിന്നും 3 ലക്ഷം രൂപ അനുവദിച്ചു. മെയിൻ്റനൻസ് ഫണ്ടിൽ നിന്നും 9 ലക്ഷം ഉപയോഗിച്ച് പടിഞ്ഞാറ്റുമുറി കിരാലൂർ റോഡിലെ ചെറുകാടിയിൽ പാലം മുതൽ കൂരാട് ജംഗ്ഷൻ വരെയുള്ള ഭാഗം റീടറിംഗ് നടത്തുകയും ചെറുകാടിയിൽ പാലത്തിന് സമീപമുള്ള ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്തു സൗന്ദര്യവൽക്കരിക്കുകയും ഡ്രെയിനേജ് സംവിധാനം ഉണ്ടാക്കുകയും ചെയ്തു. മെയിൻ്റനൻസ് ഫണ്ടിൽ നിന്നും 4.10 ലക്ഷം ഉപയോഗിച്ച് പടിഞ്ഞാറ്റുമുറി കിരാലൂർ റോഡിലെ കാലാത്തൂർ മുതൽ കിളാഞ്ചേരി വരെയുള്ള ഭാഗം റീടറിംഗ് നടത്തി. കട്ടയാട്ടൂർ താഴേപ്പോയിൽ താഴം റോഡ് തൊഴിലുറപ്പ് ഫണ്ടിൽ നിന്നും 3 ലക്ഷം ഉപയോഗിച്ച് ജനകീയ പങ്കാളിത്തത്തോടുകൂടി കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കി. ഒരു പേമാരി വന്നാൽ ഒറ്റപ്പെട്ടു പോയിരുന്ന താഴേപ്പോയിൽ താഴത്തെ നിവാസികൾക്ക് അക്കരെ കടക്കാൻ ഇനി ഡിവൈഎഫ്ഐയുടെ ബോട്ടും കാത്ത് നിൽക്കേണ്ട ആവശ്യമില്ല. SC ഫണ്ടിൽ നിന്നും 12,90,000 രൂപ ഉപയോഗിച്ച് ഫുട്പാത്ത് നിർമ്മിച്ച് കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കി. കട്ടയാട്ടൂർ താഴെപ്പോയിൽ താഴം റോഡിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി SC കോർപ്പസ് ഫണ്ടിൽ നിന്നും 2,10,000 രൂപ അനുമതി നേടുകയും എസ്റ്റിമേറ്റ് പൂർത്തീകരിച്ച് ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും ലഭിക്കുകയും ചെയ്തു. മാർച്ച് മാസത്തിനുള്ളിൽ പ്രവൃത്തി പൂർത്തീകരിക്കും. ബ്ലോക്ക് പഞ്ചായത്തിന്റെ നഗരവികസന ഫണ്ടിൽ നിന്നും 5,67,000 രൂപ ഉപയോഗിച്ച് കാലാത്തൂർ നഗരം നവീകരിച്ചു. വീതി കൂടിയ കോൺക്രീറ്റ് റോഡുകളും സോളാർ സ്ട്രീറ്റ് ലൈറ്റും മീറ്റിംഗ് ഹാളും നിർമ്മിച്ചു. മാത്രമല്ല മറ്റു ഫണ്ടുകൾ ഉപയോഗിച്ച് 5 വീടുകൾ നവീകരിക്കുകയും മുഴുവൻ വീടുകളിലും കുടിവെള്ളം കണക്ഷൻ എത്തിക്കുകയും ചെയ്തു. കാലാത്തൂർ സ്ഥിതി ചെയ്യുന്ന കിരാലൂർ അംഗനവാടിയെയും 4 ലക്ഷം ഫണ്ട് ഉപയോഗിച്ച് എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് അത്യാധുനിക ക്രാഡിൽ അംഗനവാടിയായി ഉയർത്തി. ഇതിലൂടെ 15-ാം വാർഡിലെ 2 അംഗനവാടികളും ക്രാഡിലായി മാറി. കക്കോടി ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും 85,000 രൂപ ഉപയോഗിച്ച് പേരാട്ടുമൽ ഫുട്പാത്ത് നിർമ്മിച്ചു.
തൊഴിലുറപ്പ് ഫണ്ടിൽ നിന്നും 5 ലക്ഷം ഉപയോഗിച്ച് വഴിപോക്കിൽ താഴം പേരാട്ടുമൽ തായം റോഡ് ജനകീയ പങ്കാളിത്തത്തോടുകൂടി കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കി. കക്കോടി ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നും 8 ലക്ഷം ഉപയോഗിച്ച് കിരാലൂർ പുഞ്ചത്തോട് സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിന്റെ 1ാം ഘട്ട പ്രവൃത്തി പറക്കുളങ്ങര താഴത്തെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുകയും കല്ലിട്ട പാലം വീതി കൂട്ടുകയും കൈവരി നിർമ്മിക്കുകയും ചെയ്ത് കൂടുതൽ സൗകര്യപ്രദവും സുരക്ഷിതവുമാക്കി നവീകരിച്ചു. പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും 2.5 ലക്ഷം ഉപയോഗിച്ച് മൂത്താണിക്കൽ താഴം റോഡ് കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കി. കിരാലൂർ സ്കൂളിൽ സോക്പിറ്റ് നിർമ്മാണവും വിവിധ കിറ്റുകളും നൽകുകയും SC വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. സ്കൂളിലും പരിസരവാസികൾക്കും ഭീഷണിയായി പുറമ്പോക്ക് ഭൂമിയിൽ നിലനിന്നിരുന്ന കൂറ്റൻ മരങ്ങളെല്ലാം പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്നും 45,000 രൂപ ഉപയോഗിച്ച് മുറിച്ചുമാറ്റി സുരക്ഷിതത്വം ഉറപ്പാക്കി. നഗരസഞ്ചയ ഫണ്ടിൽ നിന്നും 15 ലക്ഷം ഉപയോഗിച്ച് കിരാലൂർ പുഞ്ചത്തോട് സംരക്ഷണ ഭിത്തി നിർമ്മാണം 2ാം ഘട്ടം അറപ്പുയിൽ മൂത്താണിക്കൽ ഭാഗത്തെ സംരക്ഷണ ഭിത്തി നിർമ്മാണം നടത്തി. കക്കോടി ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും 2.5 ലക്ഷം ഉപയോഗിച്ച് പാറങ്ങാട്ട് റോഡ് കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കി. നഗരസഞ്ചയ ഫണ്ടിൽ നിന്നും 11,31,000 രൂപ ഉപയോഗിച്ച് കിരാലൂർ പുഞ്ചത്തോട് സംരക്ഷണ ഭിത്തിയുടെ 3ാം ഘട്ട പ്രവർത്തനങ്ങൾക്കുള്ള ആരംഭം കുറിച്ചു. ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും നേടിക്കഴിഞ്ഞു. ടെൻഡർ നടപടിയിലേക്ക് പോകുന്നു. ആണിയം വീട്ടിൽ താഴത്തു നിന്നും തോടിലേക്കുള്ള ഡ്രൈനേജ് ഉൾപ്പെടെ തോടിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതാണ് 3ാം ഘട്ട പ്രവൃത്തികൾ. കക്കോടി ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും 2 ലക്ഷം ഉപയോഗിച്ച് ആണിയം വീട്ടിൽ താഴം പുതിയോട്ടിൽ റോഡ് കോൺക്രീറ്റ് ചെയ്തു. തൊഴിലുറപ്പ് ഫണ്ടിൽ നിന്നും 3,12,000 രൂപ ഉപയോഗിച്ച് അരിവാൾ ജംഗ്ഷൻ ആണിയം വീട്ടിൽ താഴം റോഡ് ജനകീയ പങ്കാളിത്തത്തോടെ കോൺക്രീറ്റ് ചെയ്ത് ജനങ്ങൾക്ക് സഞ്ചാരത്തിനായി തുറന്നുകൊടുത്തു. മെയിന്റനൻസ് ഫണ്ടിൽ നിന്നും 7,27,000 രൂപ ഉപയോഗിച്ച് നരിക്കോട്ട് താഴം കിരാലൂർ റോഡിൽ തല്ലിട്ടുപാലം മുതൽ പുറത്തോണി വരെ റോഡ് റീടറിംഗ് ചെയ്ത് നവീകരിച്ചു. തൊഴിലുറപ്പ് ഫണ്ടിൽ നിന്നും 3 ലക്ഷം ഉപയോഗിച്ച് പുറത്തോളി മൂത്തേടത്ത് കുഴി റോഡ് ജനകീയ പങ്കാളിത്തത്തോടുകൂടി കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കി. എടക്കണ്ടി പറമ്പിൽ പള്ളി റോഡിലെ മൂത്തേടത്ത് കുഴി ഭാഗം തൊഴിലുറപ്പ് ഫണ്ടിൽ നിന്നും 2,79,000 രൂപ ഉപയോഗിച്ച് ജനകീയ പങ്കാളിത്തത്തോടെ കോൺക്രീറ്റ് ചെയ്തു. ഇറിഗേഷൻ ഫണ്ടിൽ നിന്നും 27 ലക്ഷം ഉപയോഗിച്ച് പറമ്പിൽ കടവ് മുതൽ കീറ്റുകണ്ടി വരെയുള്ള ഭാഗം പൂനൂർ പുഴ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു. പറമ്പിൽ പള്ളി ശ്മശാനത്തിലേക്കും കിരാലൂരിലേക്കുള്ള മറ്റൊരു പ്രധാന വഴിയുമായിരുന്ന പറമ്പിൽ പള്ളി എടക്കണ്ടി റോഡ് ആരംഭിക്കുന്ന ഭാഗത്ത് നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഇടവഴി ബഹുമാനപ്പെട്ട അബ്ദുൽ ഗഫൂർ കള്ളിയത്ത് സൗജന്യമായി വിട്ടുനൽകിയ ഭൂമി ഉപയോഗിച്ച് റോഡാക്കി മാറ്റി.
ഇടക്കണ്ടി പറമ്പിൽപ്പള്ളി റോഡിന്റെ പൂർത്തീകരണത്തിനായി 2025-26 വാർഷിക പദ്ധതി ആക്ഷൻ പ്ലാനിൽ തൊഴിലുറപ്പ് ഫണ്ടിൽ നിന്നും 2.5 ലക്ഷം വകയിരുത്തി. മെയിന്റനൻസ് ഫണ്ടിൽ നിന്നും 6 ലക്ഷം ഉപയോഗിച്ച് എടക്കണ്ടി പറമ്പിൽ പള്ളി റോഡിലെ എടക്കണ്ടി മദ്രസയുടെ ഭാഗത്ത് റീടാറിംഗ് ചെയ്തു. (2025-26) വാർഷിക പദ്ധതിയിലെ ആക്ഷൻ പ്ലാനിൽ ഉൾപ്പെടുത്തി തൊഴിലുറപ്പ് ഫണ്ടിൽ നിന്നും 2.5 ലക്ഷം രൂപ കൂരാട്ടുകണ്ടി റോഡിന് വകയിരുത്തി. അയിമ്പാടിക്കെട്ടുകണ്ട് റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിനായി തൊഴിലുറപ്പ് ഫണ്ടിൽ നിന്നും 5 ലക്ഷം വകയിരുത്തി. ഭരണാധിയും സാങ്കേതിക അനുമതിയും ലഭിച്ചു. ടെൻഡർ പൂർത്തീകരിച്ചു. ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ മസ്റോൾ എടുത്ത് റോഡ് പ്രവൃത്തി പൂർത്തീകരിക്കും. പുതിയതായി ഒരു ഇലക്ട്രിസിറ്റി ട്രാൻസ്ഫോമർ കൂടി വാർഡിൽ സ്ഥാപിച്ചു. 2 3 ഫേസ് ലൈനും വലിച്ചു. ഇതിലൂടെ വർഷങ്ങളായി നിലനിന്നിരുന്ന ഇലക്ട്രിക് വോൾട്ടേജ് ക്ഷാമം പരിഹരിച്ചു. പടിഞ്ഞാറെ കറ്റടി ചന്ദനഞ്ചേരി റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിനായി തൊഴിലുറപ്പ് ഫണ്ടിൽ നിന്നും 5 ലക്ഷം വകയിരുത്തി. ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും ലഭിച്ചു. ടെൻഡർ പൂർത്തീകരിച്ചു. ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ മസ്റോൾ എടുത്ത് റോഡ് പ്രവൃത്തി പൂർത്തീകരിക്കും.